ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 7-ലെ സാമൂഹ്യ ശാസ്ത്രം കേട്ടോ, ഭാഗം 1 കേട്ടോ. പുതിയ ബുക്കൊക്കെ മാറിയുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് 2024 നമ്മളെ ബുക്കൊക്കെ മാറി. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് ഫസ്റ്റ് ചാപ്റ്റർ? മധ്യകാല ഇന്ത്യ അല്ലേ. മധ്യകാല ഇന്ത്യ, ഇന്ത്യൻ്റെ മധ്യകാലം അല്ലേ. നോക്കൂ, ഈ ചിത്രം കണ്ടോ നിങ്ങൾ? ഈ ചിത്രങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കുക. മധ്യകാല ഇന്ത്യയിൽ ഭരണം നടത്തിയ 2 രാജ്യങ്ങളുടെ ചരിത്ര ശേഷിപ്പുകളാണ് ഇവ. ഇതിൽ ആദ്യത്തേത് നിങ്ങൾ പരിചയമുണ്ടാകുമല്ലോ. ഇതിൽ ആദ്യത്തേത് നിങ്ങൾക്ക് പരിചയമുള്ളതാണ് അല്ലെ. എന്താണ്? സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ ദേശീയ പതാക ഉയർത്തുന്നത് നിങ്ങൾ കണ്ടിരിക്കും. മുഗൾ ചക്രവർത്തിയായ ഷാജഹാന്റെ ഭരണകാലത്ത് ഡൽഹിയിൽ നിർമ്മിച്ച ചെങ്കോട്ടയാണിത് അല്ലെ. ഇത് ചെങ്കോട്ടയാണ് അല്ലെ. എവിടെയാണ് നമ്മളെ എന്താണ് സ്വാതന്ത്ര്യ ദിനത്തിൽ എന്താണ് പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നത് അല്ലെ. ആരാണ് നിർമ്മിച്ചത്? മുഗൾ ചക്രവർത്തിയായ ഷാജഹാന്റെ ഭരണകാലത്ത് ഡൽഹിയിൽ നിർമ്മിച്ച ചെങ്കോട്ട അല്ലെ. ചെങ്കോട്ടയാണിത്. ഇതേ കാലത്ത് ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന വിജയനഗരത്തിന്റെ തലസ്ഥാനമായ ഹംപിയുടെ ചിത്രമാണ് രണ്ടാമതായി കാണുന്നത്. ഇതെന്താ? ഹംപി അല്ലെ. ഈ 2 രാജ്യങ്ങളെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. മുഗൾ ഭരണം നോക്കാം. 1526 മുഗൾ ഭരണം സ്ഥാപിച്ചത് ബാബർ ആണ്. മുഗൾ ഭരണം സ്ഥാപിച്ച ആരാണ്? ബാബർ. 1857 വരെ ഡൽഹി കേന്ദ്രമാക്കി ഇന്ത്യ ഭരിച്ച മുഗൾ ഭരണകാലത്തെ പ്രധാന ഭരണാധികാരികൾ ആരൊക്കെയാണ് നിങ്ങൾക്കറിയാമോ? നമുക്ക് നോക്കാം അല്ലെ. മുഗൾ ഭരണം അല്ലെ ആരൊക്കെയാണ്? ബാബർ 1526 മുതൽ 1530 വരെ ബാബറാണ് ഭരിച്ചത് അല്ലെ. എത്ര വർഷമാണ് ഇവിടെ? 4 വർഷം അല്ലെ. പിന്നെ ഹുമയൂൺ അല്ലെ. അതിനുശേഷം ഹുമയൂൺ എന്താണ് ഭരിച്ചത്? 1530 മുതൽ 1540 വരെ ഹുമയൂൺ ഭരിച്ചു. പിന്നെ 1555 മുതൽ 1556 വരെയും എന്താണ് ഹുമയൂൺ ഭരിച്ചു അല്ലെ. പിന്നെ അക്ബർ 1556 മുതൽ 1605 വരെ എന്താണ് അക്ബർ രാജാവ് എന്താണ് ഈ മുഗൾ ഭരണം നടത്തി അല്ലെ. പിന്നെ ജഹാംഗീർ 1605 മുതൽ 1627 വരെ, ഷാജഹാൻ 1628 മുതൽ 1658 വരെയും, ഔറംഗസേബ് 1658 മുതൽ 1707 വരെയും എന്താണ് മുഗൾ ഭരണം നടത്തി അല്ലെ. പദസൂര്യനിൽ നിന്ന് പ്രധാനപ്പെട്ട മുഗൾ ചക്രവർത്തിമാർ ആരൊക്കെയായിരുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ. അപ്പൊ മുഗൾ ഭരണം നടത്തിയ ആൾക്കാരുടെ പേരൊക്കെ നിങ്ങൾ പഠിക്കണം കേട്ടോ. ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ് കേട്ടോ. മുഗൾ രാജാക്കന്മാരുടെ ചിത്രങ്ങൾ ശേഖരിച്ച ഒരു ആൽബം നിങ്ങൾ തയ്യാറാക്കുക. വളരെ വിസ്തൃതമായ രാജ്യമായിരുന്നു മുഗളരുടേത്. ഭയങ്കര വിസ്തൃതമായ രാജ്യമായിരുന്നു എന്ത്? മുഗളരുടേത് അല്ലെ. ഇന്നത്തെ ഇന്ത്യക്ക് പുറമെ അയൽ രാജ്യങ്ങളിലേക്കും മുഗൾ ഭരണം വ്യാപിച്ചിരുന്നു. അയൽ രാജ്യങ്ങളിലേക്കും എന്താണ് ഈ ഭരണം വ്യാപിച്ചിരുന്നു. ഔറംഗസേബിന്റെ കാലത്തെ മുഗൾ രാജ്യമാണ് ഈ കാണുന്നത്. മനസ്സിലായോ? മുഗൾ രാജ്യം 1707 അല്ലെ. അപ്പോ ഔറംഗസേബിന്റെ കാലത്തെ മുഗൾ രാജ്യം. ഭൂപടത്തിൽ നിന്ന് ഇന്നത്തെ ഏതെല്ലാം രാജ്യങ്ങളിൽ മുഗൾ ഭരണം വ്യാപിച്ചിരുന്നെന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്തുക. അഫ്ഗാനിസ്ഥാനിൽ വ്യാപിച്ചിരുന്നു അല്ലെ. അതുപോലെ പാകിസ്ഥാനിൽ വ്യാപിച്ചിരുന്നു അല്ലെ. എന്തൊക്കെയെന്ന് എഴുതി കണ്ടുപിടിക്കുക. ഇനി മുഗളരും 1-ാം പാനിപ്പത്ത് യുദ്ധവും. 1-ാം പാനിപ്പത്ത് യുദ്ധം എന്ന് കേട്ടിട്ടുണ്ടോ? നോക്കാം നമുക്ക്. മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പേര് ഉത്ഭവിച്ചത്. മുഗൾ രാജ്യസ്ഥാപകനായ ബാബർ പിതാവ് വഴി തുർക്കി ഭരണാധികാരിയായിരുന്ന തിമൂറിന്റെയും മാതാവ് വഴി മംഗോൾ രാജാവായിരുന്ന ചെങ്കിസ് ഖാന്റെയും പിൻഗാമിയായിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്യരാണ് ഈ രാജവംശത്തെ മുഗൾ എന്ന പേര് വിളിച്ചു തുടങ്ങിയത്. 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്യരാണ് ഈ രാജവംശത്തെ എന്താണ് മുഗൾ എന്ന് വിളിച്ചു തുടങ്ങിയത് അല്ലെ. ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായ ഇബ്രാഹിം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും 1526 ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് ഏറ്റുമുട്ടി. ആരൊക്കെയാണ്? ഇബ്രാഹിം ലോധിയും ബാബറും എന്താണ് 1526 ഹരിയാനയിൽ പാനിപ്പത്തിൽ വെച്ച് ഏറ്റുമുട്ടി. ചരിത്രത്തിൽ ഇതിനെ 1-ാം പാനിപ്പത്ത് യുദ്ധം എന്ന് വിശേഷിപ്പിക്കുന്നു. ഓക്കെ. അപ്പൊ 1-ാം പാനിപ്പത്ത് യുദ്ധമാണ് എന്ത്? ആരൊക്കെയാണ്? ഇബ്രാഹിം ലോധിയും ബാബറും 1526 ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് ഏറ്റുമുട്ടിയത് അല്ലെ. ഇതിനെ 1-ാം പാനിപ്പത്ത് യുദ്ധം എന്ന് വിശേഷിപ്പിക്കുന്നു. ഈ യുദ്ധ വിജയത്തിലൂടെയാണ് ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത്. ഈ യുദ്ധ വിജയത്തിലൂടെയാണ് എന്താക്കിയത്? ബാബർ ഇന്ത്യയിൽ എന്ത് മുഗൾ ഭരണം സ്ഥാപിച്ചത്. ഓക്കെ. കിഴക്കിനെ വിറപ്പിച്ച അക്ബർ ചക്രവർത്തി നിര്യാതനായിരിക്കുന്നു. തീർച്ചയായും അക്ബർ മഹാനായ ചക്രവർത്തിയായിരുന്നു. ഒരേ സമയം പ്രജകളിൽ നിന്ന് സ്നേഹവും ബഹുമാനവും വിധേയത്വവും ലഭിച്ചുകൊണ്ട് തന്നെ ആജ്ഞാശക്തി നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ഉയർന്ന താഴ്ന്ന വിഭാഗങ്ങൾ എന്ന തരംതിരിവില്ലാതെയും പരിചിത അപരിചിത വ്യത്യാസമില്ലാതെയും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വ്യത്യാസമില്ലാതെയും തുല്യനീതി നടപ്പിലാക്കിയ, കരുത്തരോട് ശക്തമായും അശക്തരോട് കരുണയോടും പെരുമാറി സുൽത്താൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു.
അപ്പൊ എന്താണ് ഇവിടെ ഇത് ആരുതാണ്? ജസ്യൂട്ട് പാതിരി പിയറി ജാറിക്ക് അക്ബർ ചക്രവർത്തിയുടെ മരണാനന്തരം CE 1605 എഴുതിയ അനുശോചന കുറിപ്പാണിത് അല്ലെ. എന്താണ്? അക്ബറിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് അല്ലെ. എന്താണ്? കിഴക്ക് ഭാഗത്തെ വിറപ്പിച്ച അക്ബർ ചക്രവർത്തി എന്താണ്? നിര്യാതരായി മരിച്ചിരിക്കുന്നു അല്ലെ. തീർച്ചയായും അക്ബർ മഹാനായ ചക്രവർത്തിയായിരുന്നു. എന്താണ്? ഒരേ സമയം പ്രജകളിൽ നിന്ന് സ്നേഹവും ബഹുമാനവും വിധേയത്വം ഒക്കെ ലഭിച്ചിരുന്നു അല്ലെ. പിന്നെ എന്താണ്? ആജ്ഞാശക്തി നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു അല്ലെ. അവർക്ക് ലഭിച്ചുകൊണ്ട് തന്നെ എന്താണ്? തന്റെ നിയമങ്ങളൊക്കെ നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു അല്ലെ. സ്നേഹവും ബഹുമാനവും വിധേയത്വം ഒക്കെ എല്ലാവർക്കും കൊടുത്തുകൊണ്ട് തന്നെ തന്റെ ആജ്ഞാശക്തി നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു അല്ലെ. പിന്നെന്താണ്? ഉയർന്ന ജാതിയെന്നോ താഴ്ന്ന ജാതിയൊന്നുമില്ല, തരംതിരിവില്ലാതെയും പിന്നെന്താണ്? അറിയുന്നവരോ അറിയാത്തവരോ ഉള്ള വ്യത്യാസം ഇല്ലാതെയും അതുപോലെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്നുള്ള വ്യത്യാസം ഒന്നും ഇല്ലാതെ തന്നെ എല്ലാവർക്കും ഒരുപോലെ അല്ലെ. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഉള്ള എല്ലാവർക്കും ഒരുപോലെ തുല്യ നീതി എന്താണ് നടപ്പാക്കിലാക്കിയ, കരുത്തരോട് ശക്തമായും അശക്തരോട് കരുണയോട് എന്താണ് പെരുമാറിയ സുൽത്താൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു അല്ലെ. അപ്പൊ എന്താണ്? അക്ബർ ചക്രവർത്തിനെ കുറിച്ചിട്ട് എന്താണ് ഈ ജസ്യൂട്ട് പാതിരി എഴുതിയ അനുശോചന കുറിപ്പാണിത് അല്ലെ. ഈ കുറിപ്പിൽ നിന്ന് മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അക്ബർ അതിശക്തനായ ചക്രവർത്തിയായിരുന്നു അല്ലെ. എല്ലാവർക്കും എന്താണ് തുല്യ നീതി കൊടുത്തിരുന്നു അല്ലെ. പിന്നെ സ്നേഹവും ബഹുമാനവും വിധേയത്വവും ലഭിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം തന്റെ ഭരണം നല്ല രീതിയിൽ കൊണ്ടുപോയി അല്ലെ. പിന്നെ എന്താണ്? ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വ്യത്യാസമില്ലാതെ എന്താണ് എല്ലാവർക്കും തുല്യ നീതി തന്നെ എന്താണ് അദ്ദേഹം നടപ്പാക്കി അല്ലെ. പിന്നെന്താണ്? കരുത്തരോട് ശക്തമായും അതുപോലെ അശക്തരോട് കരുണയോടും പെരുമാറിയതായിരുന്നു ചക്രവർത്തി അല്ലെ. ഇതാണ് എന്ത്? മുഗൾ രാജവംശത്തിൽ പ്രസിദ്ധനായ ഭരണാധികാരിയായിരുന്ന അക്ബർ വിവിധ മതസ്ഥരുമായി ചർച്ച ചെയ്യുകയാണ് അല്ലെ. നോക്കൂ, 1575 തന്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ അക്ബർ ഇബാദത്ത് ഖാന പണികഴിപ്പിച്ചു. ഇതാണ് ഇബാദത്ത് ഖാന കേട്ടോ. വിവിധ മതങ്ങളിലെ പണ്ഡിതരും പ്രമുഖരും ഇവിടെ ഒത്തുചേർന്നിരുന്നു. വിവിധ മതങ്ങളിലെ അല്ലെ. എന്താണ്? പല സിഖുണ്ട്, ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യൻ ഉണ്ട്, മുസ്ലിം ഉണ്ട്, പിന്നെ പല ബ്രാഹ്മണർ അല്ലെ. എന്താണ്? പല പണ്ഡിതരല്ലേ, പല വിവിധ മതങ്ങളിലെ പണ്ഡിതരും പ്രമുഖരും എന്താണ് ഇവിടെ ഒത്തുചേർന്നിരുന്നത്. എല്ലാ ആൾക്കാരും എല്ലാ വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതരും എന്താണ് ഈ ഇബാദത്ത് ഖാനയിൽ ഒത്തുചേർന്നിരുന്നു. അക്ബർ പിന്തുടർന്നിരുന്ന മതസഹിഷ്ണുതാ നയത്തിന് ഇത്തരം ചർച്ചകൾ ഉത്തമ ഉദാഹരണങ്ങളാണ് അല്ലെ. അക്ബർ പിന്തുടർന്നിരുന്ന മതസഹിഷ്ണുതാ നയത്തിന് എന്താണ് ഇത്തരം ചർച്ചകൾ നല്ലൊരു ഉദാഹരണങ്ങളാണ് അല്ലെ. അപ്പൊ 1575 എന്താണ് അവിടെ ഫത്തേപൂർ സിക്രിയിൽ അക്ബർ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചില്ലേ. അപ്പൊ അവിടുന്ന് വെച്ചിട്ടാണ് എന്ത് പല പണ്ഡിതരും എന്താക്കിയത്, പല പണ്ഡിതർ അതായത് പല വിവിധ മതങ്ങളിലുള്ള പണ്ഡിതരും പ്രമുഖരും ഒക്കെ ഇവിടെ ഒത്തുചേർന്നിട്ട് അവിടുന്നാണ് എന്ത് ഈ ചർച്ചകൾ നടത്തിയിരുന്നത്. മതസഹിഷ്ണുതാ നയത്തിന് ഇത്തരം ചർച്ചകൾ ഉത്തമ ഉദാഹരണങ്ങളാണ് അല്ലെ. എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് ദീൻ ഇലാഹി. എന്താണ്? എല്ലാ മതങ്ങൾക്ക് ഓരോ നല്ല വശങ്ങൾ ഉണ്ടാവും അല്ലെ. എന്താ? ഹിന്ദുസിനാണെങ്കിൽ ക്രിസ്ത്യൻസിനാണെങ്കിൽ മുസ്ലിംസിനാണെങ്കിൽ സിഖുകാർക്കാണെങ്കിലും ഒക്കെ എന്താണ് എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ അല്ലെ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് എന്ത് ദീൻ ഇലാഹി എന്ന് പറഞ്ഞ ഇത് ദർശനമാണ് ദീൻ ഇലാഹി. എല്ലാവർക്കും സമാധാനം അഥവാ സുൽ ഹി കുൽ എന്നതാണ് ഈ ദർശനത്തിന്റെ കാതൽ. ഇതിന്റെ മെയിൻ ഉള്ളത് എന്താണ്? എല്ലാവർക്കും സമാധാനം അഥവാ അതിന്റെ അറബിയിൽ എന്താണ് സുൽ ഹി കുൽ എന്ന് പറഞ്ഞ ഇതാണ് എന്ത് അതിന്റെ മീനിങ്. എന്താണ്? എല്ലാവർക്കും സമാധാനം എന്നുള്ളത് അല്ലെ. എന്നാണ് ഈ ദർശനത്തിന്റെ കാതൽ. എല്ലാ ദർശനങ്ങളും മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് എന്ന ആശയം വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. എന്താണ്? എല്ലാ ദർശനങ്ങളും എന്താണ് മനുഷ്യരുടെ നല്ലതിന് വേണ്ടിയുള്ളതാണ് എന്ന ആശയം വ്യക്തമാക്കുകയാണ് എന്ത് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഇതാണ് ഫത്തേപൂർ സിക്രി. നമുക്കുണ്ടോ ഫത്തേപൂർ സിക്രി? ഇവിടെയാണ് എന്ത് അക്ബർ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചത്. ഓക്കെ. ദെൻ ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയത് ഭരണരംഗത്തും അക്ബർ സഹിഷ്ണുതാ നയം പിന്തുടർന്നിരുന്നു. എന്താണ്? ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയ എന്താണ് ഭരണരംഗത്ത് അക്ബർ സഹിഷ്ണുതാ നയം പിന്തുടർന്നിരുന്നു എന്നതിന് തെളിവാണ് അല്ലെ. അപ്പൊ ജസിയ എന്ന് പറഞ്ഞൊരു മതനികുതി ഉണ്ടായി അല്ലെ. അത് നിർത്തലാക്കിയത് ആരാണ്? നമ്മളെ അക്ബർ ചക്രവർത്തിയാണ് അല്ലെ. അതെന്താണ്? അത് ഈ സഹിഷ്ണുതാ നയം പിന്തുടർന്നിരുന്നു എന്നതിന്റെ തെളിവാണ്. മുഗൾ ഭരണത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാ മതസ്ഥരെയും തുല്യമായി പരിഗണിച്ചിരുന്നു. എന്താണ്? മുഗൾ ഭരണത്തിന്റെ എല്ലാ മേഖലകളിലും അതിൽ ഓരോ എന്താണ് ഓഫീസേഴ്സ് ഉണ്ടാവും അല്ലെ. അതാണ് അല്ലെ. എല്ലാ മേഖലകളിലും എന്താണ് എല്ലാ മതസ്ഥരെയും തുല്യമായി പരിഗണിച്ചിരുന്നു. ഒരു ഇതിന്റെ
വേർതിരിവില്ലാതെ എല്ലാവരെയും എന്താണ് തുല്യമായിട്ട് പരിഗണിച്ചിരുന്നു. രാജ ടോഡൽമാൾ, രാജ മാൻസിംഗ്, രാജ ഭഗവന്ത് ദാസ്, ബീർബൽ എന്നിവർ അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്നവരിൽ പ്രധാനികളാണ് അല്ലെ. ഇവരൊക്കെ എന്താണ് അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്നവരിൽ പ്രധാനികളാണ്. അക്ബർ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, ദെൻ എന്റെ അനുയായികൾക്ക് മറ്റ് മതവിഭാഗങ്ങളുമായി ശത്രുതയിൽ വർത്തിച്ച് സമയം പാഴാക്കരുത്. എന്താണ് എന്റെ അനുയായികൾ എന്താണ് മറ്റു മതവിഭാഗങ്ങളുമായി ശത്രുതയിൽ വർത്തിച്ച് എന്താ സമയം വെറുതെ കളയരുത് അല്ലെ. ശത്രുക്കളായാൽ പിന്നെ വെറുതെ സമയം കളയാണ് അല്ലെ, പിന്നെ പ്രശ്നമായി ഇതൊക്കെ ആയില്ലേ. അപ്പൊ എന്താണ് ശത്രുതയിൽ ആവരുത്. എല്ലാവരും എന്താണ് ഇതര മതസ്ഥരോടുള്ള ബന്ധത്തിൽ സുൽഹീകുൽ, എല്ലാവർക്കും സമാധാനം എന്ന ആശയം അനുവർത്തിക്കട്ടെ. എന്താണ് മറ്റുള്ള മതസ്ഥരോട് എന്താണ് എല്ലാവരോടും സമാധാനം എന്ന ആശയം അനുവർത്തിക്കട്ടെ. മൃഗങ്ങളെ കൊല്ലുകയോ യുദ്ധസമയങ്ങളിൽ ഒഴികെ ആയുധങ്ങൾ എടുക്കുകയോ ചെയ്യരുത്. ഇതാണ് അദ്ദേഹം പറഞ്ഞത് അല്ലെ, മൃഗങ്ങളെ കൊല്ലരുത്. അതുപോലെ എന്താണ് ഈ യുദ്ധസമയത്തിൽ അല്ലാത്ത സമയത്ത് എന്താണ് ആയുധങ്ങൾ എടുക്കുകയോ ചെയ്യരുത്. അക്ബർ തന്റെ അനുയായികളോട് കൽപ്പിച്ചതായി മുഗൾ സുൽത്താനായിരുന്ന ജഹാംഗീർ തന്റെ ഓർമ്മക്കുറിപ്പായ തുസൂക്കി ജഹാംഗീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എന്താണ് നമ്മൾ അക്ബർ ചക്രവർത്തി പറഞ്ഞിരിക്കുന്നത്? എന്താണ് മറ്റു മതവിഭാഗങ്ങളുമായിട്ട് എന്താ ശത്രുതയിൽ വർത്തിച്ച് സമയം കളയരുത്. വെറുതെ സമയം കളയാണ് അല്ലെ ശത്രുക്കളായിക്കൊണ്ടത്. നമുക്ക് എന്താ സമാധാനത്തോടു കൂടി ജീവിക്കുകയാണ് വേണ്ടത് അല്ലെ. അതാണ് നമ്മളത്. അല്ല മറ്റുള്ളവരായിട്ട് ശത്രുക്കളായിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല അല്ലെ. അപ്പൊ എന്താണ് ഒരു ശത്രുതയും വേണ്ട. എല്ലാവരും എന്താണ് സമാധാനം, എല്ലാവർക്കും സമാധാനത്തോടു കൂടി ജീവിക്കുക എന്നുള്ളതാണ് വേണ്ടത് അല്ലെ. അതുപോലെ മൃഗങ്ങളെ കൊല്ലുകയോ യുദ്ധസമയങ്ങളിൽ ഒഴികെ ആയുധങ്ങൾ എടുക്കുകയോ ചെയ്യരുത്. അക്ബർ തന്റെ അനുയായികളോട് കൽപ്പിച്ചതാണ് അല്ലെ. അത് ആരാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? മുഗൾ സുൽത്താനായിരുന്ന ജഹാംഗീർ തന്റെ ഓർമ്മക്കുറിപ്പായ തുസൂക്കി ജഹാംഗീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ മുഗൾ ഭരണകാലത്ത് വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ മതസഹിഷ്ണുത നിലനിർത്താൻ അക്ബറിന്റെ നയങ്ങൾ എത്രമാത്രം സഹായകമായെന്ന് ക്ലാസ്സിലൂടെ ചർച്ച സംഘടിപ്പിക്കുക. ഓക്കെ, ഇനി മുഗൾ സൈന്യം. എന്താണ് മുഗൾ സൈന്യം? മുഗൾ കാലഘട്ടത്തിൽ രാജ്യം വിപുലമാക്കുന്നതിനും വിസ്തൃതമാക്കപ്പെട്ട രാജ്യം നിലനിർത്തുന്നതിനും ശക്തമായ സൈന്യം ആവശ്യമായിരുന്നു. മുഗൾ കാലഘട്ടത്തിൽ എന്താണ് രാജ്യം വിപുലമാക്കുന്നതിനും വിസ്തൃതമാക്കപ്പെട്ട രാജ്യം എന്താ നിലനിർത്തുന്നതിനും ശക്തമായ സൈന്യം ആവശ്യമായിരുന്നു. ഇതിനു വേണ്ടി അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണെന്ത്? മാൻസബ്ദാരി അല്ലെ. എന്താണ് മാൻസബ്ദാരി എന്ന് പറഞ്ഞത് അല്ലെ. എന്താണ് മുഗൾ കാലഘട്ടത്തിൽ രാജ്യം വിപുലമാക്കുന്നതിന് എന്താണ് നല്ല രാജ്യം നിലനിർത്തുന്നതിനൊക്കെ എന്താണ് നല്ല സൈന്യം ആവശ്യമായത് അല്ലെ. ഇതിന് വേണ്ടി അക്ബർ നടപ്പിലാക്കിയ എന്താണ് ഒരു സൈനിക സമ്പ്രദായമാണെന്ത്? മാൻസബ്ദാരി എന്ന് പറഞ്ഞത് സൈനിക സമ്പ്രദായം. ഓക്കെ, ഈ സമ്പ്രദായം അനുസരിച്ച് ഓരോ ഉദ്യോഗസ്ഥന്റെയും കീഴിൽ ഒരു സൈനിക വ്യൂഹം ഉണ്ടായിരിക്കും. ഈ സമ്പ്രദായം അനുസരിച്ച് എന്താണ് ഓരോ ഉദ്യോഗസ്ഥന്റെയും കീഴിൽ എന്താണ് ഒരു സൈനിക വ്യൂഹം ഉണ്ടായിരിക്കും. ഓരോ ഉദ്യോഗസ്ഥരും എന്താണ് നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണെന്ത് മാൻസബ് എന്ന പദവി സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഓരോ ഉദ്യോഗസ്ഥന്റെയും കീഴിൽ എന്താണ് ഇത്ര കുതിരപ്പടയാളികൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ആ എണ്ണത്തെ എന്താണ് പറയുന്നത് നിലനിർത്തേണ്ട, അതായത് ഓരോ ഉദ്യോഗസ്ഥനും തന്റെ കീഴിൽ നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണെന്ത് മാൻസബ് എന്ന പദവി സൂചിപ്പിക്കുന്നത്. നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിനനുസരിച്ചായിരുന്നു മാൻസബ്ദാരുടെ പദവി നിശ്ചയിച്ചിരുന്നത്. നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിനനുസരിച്ചായിരുന്നു ഇവരുടെ പദവി നിശ്ചയിച്ചിരുന്നത്. ആരുടെ? മാൻസബ്ദാരുടെ പദവി നിശ്ചയിച്ചിരുന്നത്. സർക്കാർ ഖജനാവിൽ നിന്ന് നേരിട്ട് പണം നൽകി സൈന്യത്തെ നിലനിർത്തുന്നതിന് പകരമാണ് ഈ സമ്പ്രദായം നടപ്പിലാക്കിയത്. എന്താണ്? സർക്കാർ ഖജനാവിൽ നിന്ന് നേരിട്ട് പണം നൽകി സൈന്യത്തെ നിലനിർത്തണമല്ലോ, അതിന് പകരമാണെന്ത് ഈ സമ്പ്രദായം നടപ്പിലാക്കിയത്, ഈ മാൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. മാൻസബ്ദാർമാർക്ക് അവരുടെ പദവിക്കനുസരിച്ച് ഭൂമി പതിച്ചു നൽകിയിരുന്നു. അപ്പൊ എന്താണ് ഈ സർക്കാർ ചെയ്തത്? എന്താണ് ഈ മാൻസബ്ദാർക്ക് എന്താണ് അവരുടെ പദവിക്ക് അനുസരിച്ച് ഭൂമി പതിച്ചു നൽകിയിരുന്നത്. പ്രസ്തുത ഭൂമിയിൽ നിന്നുള്ള നികുതി പിരിച്ചെടുത്താണ് മാൻസബ്ദാർ തന്റെ സൈന്യത്തെ നിലനിർത്തിയിരുന്നത്. എന്താണ് ഈ പ്രസ്തുത ഭൂമിയിൽ നിന്ന് നികുതി പിരിച്ചെടുത്തിട്ടാണ് എന്ത് അവർക്ക് ഭൂമി പതിച്ചു നൽകിയിട്ടുണ്ടല്ലോ, അവിടെ ആ ഭൂമിയിൽ നിന്ന് നികുതി പിരിച്ചെടുത്താണ് എന്ത് ഈ മാൻസബ്ദാർ തന്റെ സൈന്യത്തെ നിലനിർത്തിയിരുന്നത്. ഭരണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രമുഖരുടെയും സൈനികരുടെയും പിന്തുണ ആവശ്യമായിരുന്നു അല്ലെ. ഭരണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ എന്താണ് പ്രമുഖരുടെയും സൈനികരുടെയും ഒക്കെ പിന്തുണ ആവശ്യമായിരുന്നു അല്ലെ. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായിരുന്നു മാൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. ഈ ലക്ഷ്യം കൈവരിക്കാനാണ് എന്ത് ഈ മാൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. ഓക്കെ, മുഗളുടെ മാൻസബ്ദാരി സമ്പ്രദായത്തെ കുറിച്ച് ക്ലാസ്സിലൂടെ ചർച്ച സംഘടിപ്പിക്കുക. അപ്പൊ നമുക്ക് ഇതെന്താ ഈ മാൻസബ്ദാരി എന്നുള്ളതൊക്കെ മനസ്സിലായല്ലോ അല്ലെ. അപ്പൊ അതിനെ കുറിച്ചൊരു ചർച്ച സംഘടിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ നോക്കൂ, മുഗൾ ഭരണ രീതിയാണ് അല്ലെ.
ഓക്കെ, ഇത് ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗമൊക്കെ മനസ്സിലാക്കുക കേട്ടോ. മാൻസബ്ദാരി എന്താണെന്നും പിന്നെ അതുപോലെ അക്ബർ ചക്രവർത്തിൻ്റെ പല ഇതും നമ്മളിവിടെ കണ്ടു അല്ലേ. അപ്പോൾ എന്താണ് അതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത പാർട്ട് ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക്